ഒരു ദിവസം അങ്ങനെ ഇരിക്കെ പിള്ളേർ ഓഗസ്റ്റ് 7 1 മുതൽ 15 വരെ ഞാൻ മൗനവും മിണ്ടത്തുമില്ല, ഭക്ഷണം കഴിക്കുകയില്ല, പുറത്തു പോയാലും ഒന്നും കഴിക്കുകയില്ല, താഴെയായിട്ട് തന്നാലും. അങ്ങനെ ഇരിക്കും ഓഗസ്റ്റ് 7 ആന വന്നു. അപ്പുറേ കർണാടക വനത്തിൻ്റെ അതിർത്തിയാണിത്. അവിടെ കെട്ടിയിരുന്ന ചാപ്പ അടിച്ച് പൊളിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് കൂട്ടി വെച്ചു. അപ്പോഴത്തേക്ക് താഴെ നിന്ന് ആൾക്കാർ എന്നെ ശരിയാക്കിയെന്നുള്ള കണ്ടീഷനിൽ വന്നു. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ മണ്ണെണ്ണയും കൊണ്ട് വന്നതാണ് അവിടെ. ഒന്ന് പല്ലാട്ട് വാണിച്ചേട്ടൻ്റെ മകളും കൊച്ചു പിള്ളേരാണ്. അവർ മണ്ണെണ്ണയും കൊണ്ട് വന്നപ്പോഴത്തേക്കിന് പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. ആനയെ അലറിക്കൊണ്ടാണ് ഈ അടിച്ചു പൊളിക്കുന്നത്. കുറച്ച് പേര് തോക്കുമൊക്കെ ആയിട്ട്, അന്ന് തോക്കും കൊണ്ടൊക്കെ വേട്ടയ്ക്ക് നടക്കുമായിരുന്നു. തോക്കുമൊക്കെ ആയിട്ട് കയറി വന്നപ്പം ഈ ആന, ഞങ്ങൾ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആന ഇങ്ങോട്ടടുക്കുക. അപ്പോൾ ഉടനെ പിള്ളേർ പറഞ്ഞ് ഈശോയായിട്ട്, അപ്പോൾ സിസ്റ്റമ്മച്ചി നമുക്ക് താഴെ ഈശോയും കൊണ്ട് താഴെ എവിടെയെങ്കിലും പോകാം, നമ്മളെ ആന കൊന്നു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബൈബിള് തുറന്നു. കറക്റ്റ് 51 സങ്കീർത്തനം കിട്ടി. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 4-5 വചനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആന ഇങ്ങോട്ടടുത്തു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ജെണ്ട കെട്ടാൻ വേണ്ടി കൊണ്ടിരുന്ന കല്ലേൽ ചവിട്ടി അത് വീണു. ശരിക്ക് കാണാം, നമ്മീച്ചമ്പുല്ല് ഒത്തിരി ഉണ്ടായിരുന്നുണ്ട്. വീണ് കഴിഞ്ഞിട്ട് ആന അവിടെ നിന്നു.